പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളതിൽ ഒരു കിടിലൻ മത്സരം, ഒരു ടൊർണാഡോ ടാഗ് മത്സരമാണ്. ഊസോസ് വേഴ്സസ് ദ വിഷൻ തമ്മിലുള്ള ഒരു ടൊർണാഡോ ടാഗ് മത്സരം. ഈ ഒരു ടൊർണാഡോ ടാഗ് മത്സരം വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ജിമ്മി ഊസോ ജെ ഊസോയോട് പറയുന്നുണ്ട്, ഈ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിൽ കഴിഞ്ഞ ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ അവർക്ക് വലിയ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഒരു റീമാച്ച് പോലെ ഏതം പിയേഴ്സിനോട് പറഞ്ഞിട്ട് ഒരു ടൊർണാഡോ ടാഗ് മാച്ച് ഞാൻ മേടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വിജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു ടാഗ് മാച്ച് മേടിച്ചെടുക്കുന്നത്. കൂടാതെ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ജെ ഊസോ വേഴ്സസ് LA Knight തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു സിംഗിൾസ് മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗത്ത് ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയ ദ വിഷൻ ഗ്രൂപ്പിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും ജെ ഊസോ അത് കാര്യമാക്കി എടുത്തില്ല. LA Knightനെ ആയിരുന്നു അത് കൂടുതലും ബാധിച്ചത്. LA Knightനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജെ ഊസോ ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം ദ വിഷൻ LA Knightനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ അവിടെ ജെ ഊസോ രക്ഷിക്കാൻ വേണ്ടി വന്നില്ല. പകരം ജിമ്മി ഊസോ വരുന്നത് പോലെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഡെവലപ്മെൻറ്റും ഈ ടൊർണാഡോ ടാഗ് മത്സരത്തിലേക്ക് അവർ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമതായി കൺഫേം ചെയ്തിട്ടുള്ളത് ബെയ്ലി വേഴ്സസ് റഗൽ റോഡ്രിഗസ് തമ്മിലുള്ള ഒരു 1-on-1 മത്സരമാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ബെയ്ലി വേഴ്സസ് റോക്സിനി പെരസ് തമ്മിലുള്ള മത്സരം കാണാൻ സാധിച്ചു. മത്സരത്തിൽ ബെയ്ലിയാണ് വിജയിച്ചത്. പക്ഷേ നല്ല സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ള മത്സരം ആണ് നമുക്കതിൽ കാണാൻ സാധിച്ചത്. അതിൽ എടുത്തു പറയേണ്ടത്, ഈ ഒരു മത്സരം വരുന്നതിന് മുൻപ് തന്നെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ലൈറ വൽക്കീരിയയുടെ അടുത്തേക്ക് ബെയ്ലി പോയിട്ട് ഈ മത്സരം നടക്കാൻ പോകുന്നുണ്ട്, എൻ്റെ ഒരു കോർണറിൽ നീ വരണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സപ്പോർട്ട് വാങ്ങിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബെയ്ലി അവിടെ വളരെ സൗഹൃദപരമായിട്ടാണ് ലൈറ വൽക്കീരിയയോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും. അതിനുശേഷം ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിൻ്റെ ഒരു എൻഡിങ് ഭാഗം വരെ ബെയ്ലി ഒരു ഫേസ് ക്യാരക്ടറിന് സമാനമായ രീതിയിൽ തന്നെയാണ് മത്സരം കൊണ്ടുപോയത്. ഈ മത്സരത്തിൽ ലൈറ വൽക്കീരിയ, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ മത്സരം അവസാനിക്കാൻ 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ബെയ്ലിയുടെ ക്യാരക്ടറിൽ വലിയൊരു വ്യത്യാസം വരികയും ബെയ്ലി പെട്ടെന്ന് ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് പോകുകയും, നിലവിൽ ബെയ്ലിയുടെ സ്റ്റോറി ഫോളോ ചെയ്യുന്നവർക്കറിയാം, ബെയ്ലി ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് സൗമ്യമായിട്ട് നിൽക്കും, പെട്ടെന്ന് പിന്നീട് ദേഷ്യപ്പെടുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായി അവസാനം മാറുകയും മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. അതിനുശേഷം ലൈറ വൽക്കീരിയ വന്ന് ഹഗ് ചെയ്യുമ്പോൾ ലൈറ വൽക്കീരിയെ തള്ളിയിട്ടുകൊണ്ട് ബെയ്ലി അവിടെ നിന്ന് പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെയ്ലി ലൈറ വൽക്കീരിയയോട് സൗഹൃദപരമായിട്ട് പെരുമാറുന്നു, പിന്നീട് ചൂടാക്കുന്നു. അങ്ങനെ ഒരു മൾട്ടി ക്യാരക്ടർ കാണിച്ചിട്ടാണ് ബെയ്ലിയുടെ സ്റ്റോറി അവർ കാണിച്ചിട്ടുള്ളത്. മത്സരം അതിഗംഭീരമായിരുന്നു. എന്തായാലും ബെയ്ലിയുടെ സ്റ്റോറി നല്ല രീതിയിൽ അവർ ബിൽഡ് ചെയ്ത് റോ എപ്പിസോഡിൽ ഇന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി വരുന്ന റോ എപ്പിസോഡിലെ റഗൽ റോഡ്രിഗസിനെതിരെയുള്ള മത്സരവും അതിഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറി ഡെവലപ്മെൻറ്റ് ബെയ്ലിയുടെ ക്യാരക്ടറിന് കൊടുത്തേക്കാം. മൂന്നാമതായി അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരം AJ സ്റ്റൈൽസും ഡ്രാഗൻ ലീയും ടീം ആയിക്കൊണ്ട് ലോസ് അമേരിക്കാനോസ് എന്ന് പറയുന്ന പുതിയ ടീം, അതായത് 3 എൽ ഗ്രാൻഡ് അമേരിക്കാനോസിലെ 2 പേർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരമാണ്. അതിൽ ആ 2 അമേരിക്കാനോസ് ആരാണെന്നുള്ളത് അടുത്ത റോ എപ്പിസോഡിൽ മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളതിലെ ഏറ്റവും വലിയൊരു മാച്ച് എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റീരിയോ, അദ്ദേഹം റൂസോവിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഡൊമിനിക് മെസ്റ്റീരിയോയ്ക്ക് ഈ ഒരു ടൈറ്റിൽ മത്സരം അതികഠിനമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ജഡ്ജ്മെൻറ്റിൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കാണാൻ സാധിച്ചു. അതിൽ ഒന്ന്, റൂസേവ് എന്ന് പറയുന്ന റസ്ലർ ഡൊമിനിക്കിനെ ഈ റോ എപ്പിസോഡ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ പേടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഏതെങ്കിലും ഒരു റസ്ലർ റൂസോവിനെതിരെ മത്സരിച്ച് ജഡ്ജ്മെൻറ്റ് ഡേ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ ഡൊമിനിക്ക് ആവശ്യപ്പെടുന്നു. ഫിൻ ബാലർ അതിൽ നിന്ന് തടിയുരുന്നുണ്ട്. എന്നാൽ ജഡ്ജ്മെൻറ്റ് ഡേയിലെ മറ്റൊരു അംഗമായ JD മെക്ഡോണ എന്ന് പറയുന്ന ടാഗ് ചാമ്പ്യനെ അവിടെ റൂസോവിനെതിരെയുള്ള മത്സരത്തിന് വേണ്ടി ഡൊമിനിക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ ജഡ്ജ്മെൻറ്റ് ഡേ ടീം അംഗമായ JD മെക്ഡോണ റൂസോവിനെ പോലെയുള്ള ഒരു പവർ ഹൗസിനെതിരെ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്? എന്നാലും കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ റൂസേവിന് തന്നെയായിരുന്നു സബ്മിഷനിലൂടെ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. റൂസേവ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ വിട്ടു കൊടുത്തില്ല. എന്നാൽ ഡൊമിനിക്ക് ജഡ്ജ്മെൻറ്റ് ടീം അംഗമായ JD മെക്ഡോണയെ സഹായിക്കാൻ പോലും മുന്നോട്ടേക്ക് വന്നില്ല. പെട്ടെന്ന് ഫിൻ ബാലർ വന്നിട്ട് റൂസോവിനെ ആക്രമിക്കുന്നു, റൂസോവിനെ റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇടുന്നു. ഡൊമിനിക്ക് സഹായിക്കാത്തതിനെ സംബന്ധിച്ച് ഫിൻ ബാലർ ചൂടാകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇനി ഡൊമിനിക്ക് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത റോ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ ടീം അംഗങ്ങളായ ഫിൻ ബാലർ, JD മെക്ഡോണ തുടങ്ങിയവരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം
ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്ക് അടുത്ത ആഴ്ച ലഭിക്കാതിരിക്കാൻ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. എൽ ഗ്രാൻഡ് അമേരിക്കാനോ വന്ന് സഹായിക്കുമോ എന്നുള്ളത് അടുത്ത റോ എപ്പിസോഡിൽ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഡെവലപ്മെൻ്റ് ആണ് റോ എപ്പിസോഡിൽ ജഡ്ജ്മെൻ്റ് ഡേ സംബന്ധിച്ച് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ക്രൗൺ ജുവൽ എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ക്രൗൺ ജുവലിലെ ആദ്യ മത്സരമായിട്ട് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസും തമ്മിലുള്ള ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു കിടിലൻ ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റോട് കൂടിയിട്ട് റോ എപ്പിസോഡ് തുടക്കം കുറിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. കോഡി റോഡ്സും സെത്ത് റോളിൻസും ഫേസ് ടു ഫേസ് വന്ന ഈ ഒരു സെഗ്മെൻറ്റ് ഈ ഫ്യൂഡിന് കൊടുക്കാവുന്ന നല്ലൊരു ബിൽഡപ്പ് അവരുടെ വാക്കുകളിലൂടെ അവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സെത്തിൻ്റെ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെത്ത് പറയുന്നത് റസൽമേനിയയിൽ റോമൻ റീൻസിനെ പരാജയപ്പെടുത്താൻ കോഡി റോഡ്സിനെ സഹായിച്ചത് ആരാണ്, കോഡിയെ ഇപ്പോഴത്തെ നിലയിലേക്ക് എത്തിക്കാൻ സഹായമായത് ആരാണ് എന്നുള്ളതാണ് സെത്ത് ചോദിക്കുന്നത്. എന്നാൽ കോഡി റോഡ്സ് അതിന് ഒരു മറുചോദ്യം ചോദിക്കുന്നത് അതിനുശേഷം സെത്തിൻ്റെ സ്വഭാവത്തിന് എന്ത് സംഭവിച്ചു, നീയാണ് വലുത് എന്നുള്ളൊരു നിലയിലേക്ക് പോയില്ലേ, കൂടാതെ ഇപ്പോൾ നിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നീ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്, നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതും കോഡി തിരിച്ചു ചോദിക്കുന്നുണ്ട്. കൂടാതെ സെത്ത് അതിനൊരു മറുപടി കൊടുക്കുന്നത് സെത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിയ വാച്ച് കാണിച്ചിട്ടാണ്. ഇതെനിക്ക് എങ്ങനെ കിട്ടിയതാണെന്ന് അറിയോ, നീ ഗിഫ്റ്റ് ചെയ്തതാണ്, അത് ഞാൻ ഇപ്പോഴാണ് ധരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് മെൻ്റലി കോഡി റോഡ്സിനെ തളർത്താൻ സെത്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോഡി റോഡ്സ് വിട്ടുകൊടുക്കുന്നില്ല. ഇവർക്ക് തമ്മിൽ നടന്ന 3 മത്സരങ്ങളിൽ ആർക്കാണ് വിജയം, ആ വൺ സൈഡ് വിക്ടറി തനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ താനാണ് ക്വാർട്ടർ ബാക്ക്, താനാണ് കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രൗൺ ജുവലിൽ നടക്കാൻ പോകുന്ന ഈ മത്സരത്തിൽ താൻ വിജയിക്കുമെന്ന് പറഞ്ഞ് കോഡി ആ റിങ് വിട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു പ്രോപ്പർ ബിൽഡിങ് അല്ലെങ്കിൽ ബിൽഡപ്പ് അവർ ഇന്നത്തെ ഈ ഒരൊറ്റ സെഗ്മെൻറ്റ് കൊണ്ട് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കാൻ പോകുന്ന ക്രൗൺ ജുവലിലെ മത്സരത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊരു മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ പുതിയ ചാമ്പ്യനായ സ്റ്റെഫിനി വെക്കേറും ഇനി വുമൻസ് ചാമ്പ്യനായിട്ട് ഈ സ്മാക്ഡൗണിൽ ആരാണോ വിജയിക്കുന്നത് ഓൾറെഡി ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ നിലവിലെ ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ, നയ ജാക്സ്, ജെഡ് കാർഗിൽ തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അതിൽ വിജയിക്കുന്ന റെസ്ലറിനെതിരെ വുമൻസ് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് മത്സരം കളിക്കുമെന്നുള്ളതും ക്രൗൺ ജുവലിലേക്ക് കൺഫേം ചെയ്ത രണ്ടാമത്തെ മത്സരമാണ്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മെയിൻ ഇവന്റ് ജെ ഊസോ എന്ന് പറയുന്ന റെസ്ലറുടെ ക്യാരക്ടറിനോട് അനുബന്ധിച്ചാണ്. മെയിൻ ഇവന്റ് ജെ ഊസോ ഹീൽ ടേൺ ഒരു വില്ലൻ ആകാൻ പോകുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പ് അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് റോ എപ്പിസോഡുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി സീരിയസ് മോഡിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലും കാണാൻ സാധിച്ചു. ജിമ്മി ഊസോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജെ ഊസോയോട് ഈ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിൽ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരൻ LA Knight ആണെന്നും അവൻ കാരണമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്നുള്ളത് ജെ ഊസോ പറയുന്നുണ്ട്. ജിമ്മിക്ക് ജെ ഊസോയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കോഡി റോഡ്സ് വന്നിട്ട് ജെ ഊസോയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജെ ഊസോ പറയുന്നുണ്ട് താൻ ടോപ്പിലേക്ക് വരും, തൻ്റെ ഫാമിലിയെ ടോപ്പിലേക്ക് എത്തിക്കുമെന്നുള്ളത്. എങ്ങനെയെങ്കിലും ടോപ്പിലേക്ക് വരിക, വീണ്ടും ചാമ്പ്യൻ ആകുക എന്നുള്ളതാണ് ജെ ഊസോ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് LA Knightനെ ആക്രമിക്കുന്ന ഒരു സമയത്ത് ജെ ഊസോ അങ്ങോട്ടേക്ക് ചെന്ന് രക്ഷിക്കാതിരുന്നത്. അപ്പോൾ LA Knightന് ഇനി അവൻ്റെ കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ കാര്യം എന്നുള്ള ആ ഒരു സ്വഭാവം ഒരു വില്ലനാകാൻ പോകുന്നതിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ അത് അവർ കൃത്യമായി റോ എപ്പിസോഡിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജെ ഊസോ മെല്ലെ മെല്ലെ ജിമ്മി ഊസോയ്ക്കെതിരെ തിരിയുന്ന പോലെയും പോയേക്കാം. എന്നിട്ട് അദ്ദേഹം ഹീലാകുന്നതും പിന്നീട് വേൾഡ് ചാമ്പ്യൻ ആകുന്നതുമൊക്കെ നമുക്ക് ഇനി വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ഇന്നത്തെ സ്റ്റോറിയിലൂടെ കാണുന്നുണ്ട്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി കാണാൻ സാധിച്ചത് പെൻഡ, വാർ റൈഡേഴ്സ് തുടങ്ങിയവരുടെ 3-അംഗ ടീം ന്യൂഡേയിലെ സാവിയർ വുഡ്സ്, കോഫി കിങ്സ്റ്റൺ, ഗ്രേസൺ വാളർ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു നോ DQ 6-man ടാഗ് ടീം മത്സരമായിരുന്നു. മത്സരത്തിൽ പെൻഡ, വാർ റൈഡേഴ്സ് തുടങ്ങിയവരുടെ ടീം കിടിലൻ പെർഫോമൻസോട് കൂടി മത്സരത്തിൽ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ല ഒരു കുഴപ്പമില്ലാതെ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരത്തോട് കൂടിയിട്ട് തന്നെയാണ് റോ എപ്പിസോഡ് ആരംഭം കുറിച്ചത്. റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിൽ ഈ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് വെച്ചാലും നമുക്ക് തെറ്റി പറയാൻ സാധിക്കില്ലായിരുന്നു. അത്രയും നല്ലൊരു മത്സരം തന്നെയായിരുന്നു റോ എപ്പിസോഡിലെ ഈ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ക്രൗൺ ജുവൽ എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു സ്കോപ്പ് ഇട്ടിട്ടാണ് അവർ ഇന്നത്തെ റോ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ സൂപ്പർ താരങ്ങളായ റിയ റിപ്ലിയും ആസ്കയും തമ്മിൽ നേരിട്ട ഒരു 1-on-1 മത്സരമാണ് നടന്നത്. മത്സരം അതിഗംഭീരമായിരുന്നു. രണ്ട് കിടിലൻ റെസ്ലേഴ്സ് ഏറ്റുമുട്ടുമ്പോൾ
ഒരു പെർഫോമൻസ് എത്രത്തിൽ പോകും അല്ലെങ്കിൽ ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മത്സരം അതിഗംഭീരമായിരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. മത്സരത്തിൽ കൈറി സെയിൻ എന്ന് പറയുന്ന ആ റെസ്ലർ റിയ റിപ്ലിയെ അടിക്കുമോ എന്നുള്ളൊരു രീതിയിലാണ് അവർ ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റോറി പറഞ്ഞു പോയത്. അവസാനം കൈറി സെയിൻ ആസ്കയുടെ വാക്ക് കേട്ട് ഈ കളിയില്ലാതെ റിയ റിപ്ലിയെ അടിക്കാൻ വേണ്ടി റിങ്ങിൻ്റെ ഏപ്രോണിലേക്ക് കയറി നിൽക്കുന്നു. പക്ഷേ കൈറി സെയിനെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല. റിയ റിപ്ലി അതിനെ തിരിച്ചടിക്കുന്നു. ആസ്ക ആ ഒരു സമയത്ത് പെട്ടെന്ന് വന്ന് കൈറി സെയിൻ്റെ മേത്തേക്കാണ് അടിക്കുന്നത്. ഈ അവസരം മുതലെടുത്ത് പിൻഫോളിലൂടെ അങ്ങനെ വലിയ ക്ലീൻ വിക്ടറി എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും റിയ റിപ്ലി ആസ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു. അതിനുശേഷം ഗ്രീൻ വിസ്റ്റ് എന്ന് പറയുന്ന വസ്തു ഉപയോഗിച്ച് റിയ റിപ്ലിയെ ആസ്ക ആക്രമിക്കുന്നു. റിയ റിപ്ലിയെ പിന്നീട് കൈറി സെയിനും ആസ്കയും കൂടി ആക്രമിക്കുന്ന ഒരു സമയത്ത് ഇയോ സ്കൈ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട്. ഇയോ സ്കൈയെയും ആസ്കയും കൈറി സെയിനും ചേർന്ന് ആക്രമിക്കുന്നു. കൈറി സെയിനെ ഇതൊന്നും ഇഷ്ടപ്പെടുന്ന പക്ഷേ ആസ്കയുടെ നിർബന്ധം മൂലം ആക്രമിക്കുന്നതാണ്. ഇത് ക്രൗൺ ജുവലിൽ ഇയോ സ്കൈയും റിയ റിപ്ലിയും ടീം ആയിട്ട് ആസ്ക, കൈറി സെയിൻ തുടങ്ങിയവർക്കെതിരെ കബൂക്കി വാരിയേഴ്സിനെതിരെ ഒരു ടാഗ് ടീം മത്സരം വരുന്നതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡപ്പാണ്. ക്രൗൺ ജുവൽ നടക്കുന്നത് ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം അത് റിയ റിപ്ലിയുടെ രാജ്യമാണ്. അപ്പോൾ റിയ റിപ്ലിക്ക് എന്തായാലും മത്സരം ഉണ്ടായിരിക്കും. റിയ റിപ്ലിക്ക് ഈ വുമൻസ് ചാമ്പ്യൻഷിപ്പിനൊന്നും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയിൽ ഒരു ടാഗ് ടീം മത്സരം കൊടുക്കാനാണ് സാധ്യത. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്. ഇന്നത്തെ റോ എപ്പിസോഡ് കുഴപ്പമില്ലാത്തൊരു റോ എപ്പിസോഡായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.